നിർമ്മിത ബുദ്ധിയുടെയും സോഷ്യൽ മീഡിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെയും ഈ യുഗത്തിൽ സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത മുന്നണിയായ സെൻറ് തോമസ് മിഷണറി സമൂഹം നടത്തിയ ഒരു പുതിയ കാൽവയ്പ്പാണ് സമർപ്പിത സമൂഹങ്ങൾക്ക്, രൂപതകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ. MST വേൾഡ് എന്നാണ് നമ്മളത് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അത് നമുക്കറിയാം, കാലഘട്ടങ്ങളായിട്ട്, വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ ചരിത്രത്തിൽ എവിടെ നോക്കിയാലും രൂപതകൾ, സമർപ്പിത സമൂഹങ്ങളൊക്കെ അവരുടെ വ്യക്തികളുടെ ഡേറ്റകൾ, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ സെൻറ്ററുകളെ പറ്റി, ഇടവകയായിക്കൊള്ളട്ടെ, മിഷൻ സെൻറ്റർ ആയിക്കൊള്ളട്ടെ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് അതിനെപ്പറ്റിയുള്ള ഡേറ്റകളൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു മുറിയിൽ ആർക്കീവ്സ് എന്നൊക്കെ പറഞ്ഞാണ് സൂക്ഷിച്ചിരുന്നത്. അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റ്സുകളൊക്കെ എല്ലാ വർഷവും വലിയ ബുക്കായിട്ട്, ഡയറക്ടറി ആയിട്ട് പ്രിൻ്റ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴതെല്ലാം ഒറ്റ ക്ലിക്കിൽ ഈ മൊബൈൽ ആപ്പ് വഴി ലഭിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതോടൊപ്പം തന്നെ ഒരു രീതിയിലും നശിപ്പിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത രീതിയിൽ നല്ല സെക്യൂരിറ്റിയോടുകൂടി നല്ല സ്പേസ് എടുത്ത് ചെയ്തിരിക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണിത്. അതുകൊണ്ട് നമ്മുടെ എല്ലാ ഡേറ്റകളും എല്ലാ കാലഘട്ടത്തിലും ഒറ്റ ക്ലിക്കിൽ കിട്ടാൻ പറ്റുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്ത ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് MST വേൾഡ് എന്ന് പറയുന്നത്. ഇതിൽ 3 തലങ്ങളുണ്ട്. പബ്ലിക്കിന് ഉപയോഗിക്കാൻ പറ്റുന്നൊരു തലമുണ്ട്. അവിടെ ഇപ്പോൾ ഞങ്ങൾ MST സമൂഹത്തിന് വേണ്ടി ചെയ്തതാണ്. അപ്പം അതുകൊണ്ട് MST സമൂഹത്തെ പറ്റിയുള്ള അറിവുകൾ, മിഷൻ വാർത്തകൾ, മിഷൻ പബ്ലിക്കേഷൻസ്, അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ പ്രാർത്ഥനകൾ, ഇതൊക്കെ പബ്ലിക്കിന് കാണാനും ഉപയോഗിക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒരു തലം അതിനകത്തുണ്ട്. രണ്ടാമത്തത് ഇതിൻ്റെ രജിസ്റ്റേർഡ് മെമ്പേഴ്സ്, അത് MST സമൂഹത്തിലെ അംഗങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഏരിയ ഉണ്ട്. അവിടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെമ്പേഴ്സിന് ലോഗിൻ ചെയ്ത് കയറി കഴിയുമ്പോൾ ഇന്ന് സൊസൈറ്റിയിലുള്ള MST സമൂഹത്തിലുള്ള എല്ലാ അംഗങ്ങളെ പറ്റിയുമുള്ള വിവരങ്ങൾ, അവരെവിടെയായിരിക്കുന്നു, അവർ ചെയ്യുന്ന പ്രവർത്തനം എന്താണ്, MST സമൂഹത്തിൻ്റെ എല്ലാ പ്രേക്ഷിത മേഖലകളിലും നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ സെൻറ്ററുകൾ നമുക്കുണ്ട്, അവിടെ നടക്കുന്ന പ്രവർത്തനം എന്താണ്, ഒക്കെ ഒറ്റ ക്ലിക്കിൽ അറിയാൻ സാധിക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ചരിത്രം, ഇതിനു മുമ്പ് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങളിന്ന് മരിച്ചുപോയ അച്ഛന്മാരെ പറ്റി, ഒരു വ്യക്തിയെ പറ്റി എടുക്കുകയാണെങ്കിൽ തന്നെ ആ വ്യക്തിയുടെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആ അച്ഛൻ്റെ കുടുംബത്തിലെ എത്ര പേരൻസിനെ പറ്റി, സഹോദരങ്ങളെ പറ്റി, വീട് എവിടെയാണ്, അതെല്ലാം അറിയാൻ സാധിക്കും. അല്ല അച്ഛൻ ഇത് എവിടെയൊക്കെയാണ് പഠിച്ചത്, എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ജോലി ചെയ്തിട്ടുള്ളത്, അച്ഛൻ്റെ ലൈഫിൽ എന്താണ് പ്രധാനപ്പെട്ട അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുള്ളത്, അല്ല അച്ഛൻ്റെ ഹെൽത്ത് സംബന്ധമായ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിയെ പറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു സെൻറ്ററിനെ പറ്റി നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ സെൻറ്റർ എവിടെയാണ്, അവിടെ എത്താനുള്ള വഴി, ഇപ്പോൾ അവിടെ ആരൊക്കെയാണ് ജോലി ചെയ്യുന്നത്, എത്ര പേരുണ്ട്, എന്തെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്രയും രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡെവലപ്പ് ചെയ്തൊരു ആപ്ലിക്കേഷനാണ് MST വേൾഡ്. എലോയിറ്റ് ഇന്നോവേഷൻസ് എന്ന് പറയുന്ന എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് ഞങ്ങൾക്ക് വേണ്ടി ഇത് ഡെവലപ്പ് ചെയ്ത് തന്നത്. ഇത് ലോകത്ത് നാനാഭാഗങ്ങൾ അറിയപ്പെടുന്ന ബൈബിളോൺ എന്ന് പറയുന്ന ആപ്പ് ഡെവലപ്പ് ചെയ്തവരാണ്, അല്ല CBCIയുടെ മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്തവരാണ്. അങ്ങനെ വ്യത്യസ്തമായി, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടി. അപ്പോൾ ഒരു റിലീജിയസ് കോൺഗ്രിഗേഷൻ ആവശ്യമായിട്ടുള്ള എന്താണെന്ന് മനസ്സിലാക്കി ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിൽ എലോയിറ്റ് ഇന്നോവേഷൻസ് ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും ഭാവിയിൽ എല്ലാ കോൺഗ്രിഗേഷൻസിനും ഇഷ്ടംപോലെ എത്ര അംഗങ്ങളുണ്ടെങ്കിലും, എത്ര പ്രൊവിൻസുകളുണ്ടെങ്കിലും, അല്ലെ ഏത് രൂപതകൾക്കാണെങ്കിലും, എത്രമാത്രം ഫൊറോനകളും ഇടവകളുണ്ടെങ്കിലും അവർക്കെല്ലാം ഒറ്റ ക്ലിക്കിൽ അവരുടെ കോൺഗ്രിഗേഷനെ പറ്റി, രൂപതകളെ പറ്റി അറിയാൻ പറ്റുന്ന രീതിയിൽ, ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്ത ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് MST വേൾഡ്.